അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ നിഖിലിൻ്റെ വീട്. ശരിക്കും ഇതിന് മേൽക്കൂരയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിൻ്റെ കുറേ ഭിത്തി നമുക്ക് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കയറിപ്പോകാനുള്ള സ്റ്റെപ്പ്. ഇത് ചാമ്പങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അങ്ങോട്ട് കയറിപ്പോകുന്ന വഴിക്ക് കണ്ടതാണേ. നമ്മുടെ ഒരു ഓലി അല്ലേ വിനി ആൻറ്റി? ഓലിയല്ലേ? ഇവിടെയൊക്കെ പണ്ടൊക്കെ ഒരുപാട് നമ്മൾ അല്ലേ കുളിക്കാനും ഇവിടെ വേനൊക്കെ ഇവിടുന്ന വെള്ളത്തിനൊക്കെ കുളിക്കാനൊക്കെ വന്നിട്ടുള്ള പണ്ടൊക്കെ അപ്പാട്ടം വന്നൊക്കെ ഓർക്കുന്നുണ്ട്. ഈ വഴിക്കല്ല നമ്മൾ തറവാട്ടിലോട്ട് പോകണം അല്ലേ? ഹായ്, ടിജോയ് ആണേ. നമ്മളിന്ന് പോണത് നമ്മുടെ തറവാട്ടിലോട്ടാണോ. എൻ്റെ കൂടെ എൻ്റെ ആൻറ്റി ഉണ്ട്, മിനി ആൻറ്റി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് തറവാട്ടിൽ പോകുന്നത്. തറവാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയത്തില്ല അല്ലേ മിനി ആൻറ്റി? അപ്പോൾ നമുക്കൊന്ന് പോയി കാണാം. അതുപോലെ തൊട്ടടുത്ത് 1-2 വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിപ്പോൾ ആൾക്കാർ താമസിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഈ 3-4 വീടുകളിലെ കാഴ്ചകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വില്ലേജ് വ്ലോഗ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ തറവാട്ടിലോട്ട് പോവുകയാണ്. പോകുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ തൊടുപുഴ പുളിയന്മല സംസ്ഥാന പാതയിൽ ആർക്കുളം അശോകാവലയിൽ നിന്ന് 1 കിലോമീറ്റർ സഞ്ചരിച്ച് ശുചിരചിച്ച കടയുടെ മുമ്പായിട്ട് വലത്തേക്ക് ഒരു കോൺക്രീറ്റ് വഴിയുണ്ട്. ആ വഴിക്ക് കയറിപ്പോയാലാണ് നമ്മൾ തറവാട്ടിലോട്ട് പോകുന്നത് കേട്ടോ. ഈ മലയ്ക്ക് പറയുന്ന പേര് അഞ്ചാനി മല എന്നാണ്. നമ്മളിതിനെക്കുറിച്ച് ഈ മലയെക്കുറിച്ചൊക്കെ നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മൾ അങ്ങോട്ട് കയറിപ്പോകുന്ന വഴിക്ക് കണ്ടതാണേ. നമ്മുടെ ഒരു ഓലി അല്ലേ വിനി ആൻറ്റി? ഓലിയല്ലേ? ഇവിടെയൊക്കെ പണ്ടൊക്കെ ഒരുപാട് നമ്മൾ അല്ലേ കുളിക്കാനും ഇവിടെ വേനൊക്കെ ഇവിടുന്ന വെള്ളത്തിനൊക്കെ കുളിക്കാനൊക്കെ വന്നിട്ടുള്ള പണ്ടൊക്കെ അപ്പാട്ടം വന്നൊക്കെ ഓർക്കുന്നുണ്ട്. ഇവിടെ പണ്ടൊരു ഇല്ലിത്തുറുവൊക്കെ ഇല്ലായിരുന്നു? അതാണിത് ഇല്ലിത്തുറു. ഇതൊക്കെ പോയെന്ന് തോന്നുന്നല്ലേ? നശിച്ചു പോയി. അതെല്ലാം കുറെ എല്ലാം പോയി, വെട്ടി പറക്കി. അതെ ചെറുപ്പത്തിൽ ഇവർക്ക് വരാൻ പേടിയായിരുന്നു. കാരണം വെച്ചാൽ ഇല്ലിയുടെ ആ സൗണ്ട് കിട്ടുമ്പോഴേക്കും ഇങ്ങനെ ഒരു വെച്ചല്ലേ ഒറ്റ ഓട്ടോ ഇവിടുന്ന് അങ്ങോട്ട്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലമായത്. ഇവിടെ ശാലം ഉള്ളല്ലേ വീട്ടിലോട്ട്? കുറച്ച് വഴി എത്ര ഒന്നുമല്ലേ, തെളിച്ചു കിടക്കുന്ന വഴിയാന്ന് തോന്നുന്നല്ലേ? റോഡിനാണ് വഴിയുണ്ടല്ലേ? ഇതിന്റെ റോഡായില്ലേ? അപ്പൊ അങ്ങോട്ട് റോഡുണ്ട്. എനിക്ക് ഞാനൊരു 3-4 വർഷം ശേഷം തോന്നുന്നു വീട്ടിലോട്ട് വരുന്നത്. പണ്ട് ഒരു പ്രാവശ്യം വന്ന് ഇവിടെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പണ്ട് അന്ന് ഇത്രയും പള്ള കയറിയിട്ടില്ലായിരുന്നു തോന്നുന്നു. അത് മൊത്തം ഇത് കൂട്ടല്ലേ, കാട്ടുപേറല്ലേ? തോട്ടപ്പേറാണോ കാട്ടുപേറാണോ? ഇത് കൂട്ട കട്ടമ്പയർ മരമെല്ലാം ഇങ്ങനെ. ജലനിധിയുടെ പൈപ്പാണോ? ഇത് വെട്ടി കഴിച്ചോട്ടോ. ഇതൊക്കെ വെട്ടിട്ട് വേണോ അകത്തേക്ക് പോകാനല്ലേ, അപ്പുറത്തേക്ക് പോകാനല്ലേ? അല്ല കണ്ണി കൊണ്ടെങ്കിലേ അല്ലെങ്കിൽ ഇത് ഇതിലൂടെ ഇറങ്ങിപ്പോ. ഇവിടെയൊക്കെ മരമൊക്കെ മുറിച്ചിട്ടുണ്ട്. വലിയ മരം തോന്നുന്നു. നല്ല മഴക്കാലത്ത് നല്ല അടിപൊളിയായിട്ട് ഒഴുകുന്നൊരു തോടാട്ടെ ഇത്. അപ്പൊ ഇനി അങ്ങോട്ട് എങ്ങനെ പോകും മിനി ആൻറ്റി? അതിനകത്ത് വഴിയുണ്ട്. നമ്മള് പണ്ട് കുളിച്ചോണ്ടിരുന്ന തോടൊക്കെ അത് ഇലക്കി കുളിച്ച് ചിറ കെട്ടി കുളിച്ചോണ്ടിരുന്നു. ഇവിടെ നമ്മള് വിറക് വെച്ച് ഉരുണ്ട് പൊട്ടി വിറക് മുഴുവൻ ഒഴുകിപ്പോയത്. ഈ താഴോട്ടൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ടോ? ഇല്ല, ഇവിടെ കൊച്ചൊക്കെ കേൾക്കാലോ. വിറക് വെട്ടി ഓടിക്കുന്ന. ഇത് ഈ കാണുന്ന ഈ കട്ടമ്പേറുള്ള വഴികൂടാണ് നമുക്ക് ഇതേ കയറി പോവാൻ. വീടിന്റെ അവസ്ഥയൊക്കെ പരിതാപകരമാണല്ലോ മിനി ആൻറ്റി. വീടൊക്കെ കാണിക്കാൻ കൊള്ളാവോ? ഇത്രയും പള്ള പിടിച്ച പിന്നെ തന്നെ കയറി വരാനേ. ഒന്നാമത്തെ പേര് ആൾസഞ്ചാരം ഇല്ലല്ലോ. റോഡില്ലേ? റോഡ് ഇവിടെ വരാനുണ്ടല്ലേ? ശരിക്കും പറഞ്ഞാൽ റോഡ് ഇപ്പോ ആയി, പക്ഷെ അത് നോക്കുമ്പോ ആൾക്കാർ താമസിക്കാനില്ല. ഒരവസ്ഥയായി. എനിക്കൊന്നൊരു 70 വർഷത്തോളം വീട്ടിൽ പഴക്കമുണ്ടായിരിക്കും വീട്ടിന്. 70 അല്ലെന്ന് തോന്നുന്നു. കാരണം 12 മക്കളൊക്കെ താമസിച്ചോണ്ടിരുന്ന ഒരു വീടായിരുന്നു ഇത്. താഴെ ഒരു വീടുണ്ടേ. അപ്പൊ ഇതുകൊണ്ട് ഇവിടെയൊക്കെ റോഡായി. മേളിലോട്ട് നമുക്ക് തുമ്പിച്ചുമലയൊക്കെ കാണാവേ. അപ്പോൾ ഇതാണ് നമ്മുടെ തറവാട് കേട്ടോ. നമുക്ക് തറവാടിലോട്ട് പോയി നോക്കാം. അവിടെ അങ്ങനെ മേൽക്കൂരയൊക്കെ പോയി നമുക്ക് അകത്തേക്കൊക്കെ കയറി നോക്കാവേ. ഈ വീട് മാത്രമല്ല, ഈ താഴെ ഒരു 3-4 വീടും കൂടെ ഉണ്ട് ഇതുപോലെ ഈ നശിച്ച് കിടക്കുന്ന വീട്. ഇവിടെയൊക്കെ ഈ വണ്ടി കയറി വരുന്നൊരു വഴിയായി. പണ്ടൊക്കെ ഇത് മുഴുവൻ റബ്ബർ തോട്ടമായിരുന്നു, വഴിയൊന്നും ഇല്ലായിരുന്നു. ഇതൊക്കെ ഇനി കോൺക്രീറ്റ് ഒക്കെ ചെയ്യുമായിരിക്കില്ല ചിലപ്പോ. കുറച്ച് ഭാഗം കോൺക്രീറ്റ് ആണ്ടല്ലേ? കുറച്ചടെ ഇനി കുറേ കൂടെ ചെയ്യും. പയറ് കയറി ഉണങ്ങി കിടക്കുന്ന. അതെ, വീടിന്റെ പൊക്കത്ത് മുഴുവൻ പയറ് കയറി കേട്ടോ. എങ്ങനെ കിടന്ന വീടായിരുന്നല്ലേ?
അപ്പൊ ഈ അപ്പുക്കുട്ടന്റെ വീടൊക്കെ എങ്ങനെയായിരിക്കും അല്ലേ? അപ്പുക്കുട്ടന്റെ വീട് അങ്ങനെ കാണാൻ മാത്രം ഇല്ലേ? എല്ലാം പോയോ? എല്ലാം പോയെന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് പോയി നോക്കാം അവിടെ വരെ. മുറ്റത്തെത്തി അങ്ങനെ. ഇത് ഒരു മുറി. ഇതൊരു മുറിയാണേ. നോക്കിക്കേ, ഇപ്പോഴത്തെ വീടിന്റെ അവസ്ഥയാ. പണ്ട് നമ്മള് മണ്ണുകെട്ട വെച്ചുണ്ടാക്കിയ വീടായിരുന്നല്ലേ? എന്റെ മണ്ണെല്ലാം ഇതുണ്ടോ പോയി. ഇത് അടുക്കള, ഇതിന്റെ മേൽക്കൂര. അയ്യോ, പഴയ ട്രങ്ക് പെട്ടിയൊക്കെ വന്നു. നീതി ഇവിടെ എത്ര വർഷം വെച്ചിട്ടുണ്ടോ? 22 വർഷം. അത് കല്യാണം കഴിച്ചു തൊട്ട് ഒരു 22 വർഷം ഇവിടെ താമസിച്ചു. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്തേക്കൊക്കെ ഒന്ന് കയറി നോക്കാം. ഇത് ഓടൊക്കെ പൊട്ടി കട്ടാക്കി കിടക്കുന്നു. ഇത് കണ്ടോ, ഇതിന്റെ ആകവശത്തെ കാഴ്ചകളാണ്. സ്വിച്ച് ബോർഡ്, ഇത് പഴയ ചനല് കണ്ടോ, ഇത് പഴയ ട്രങ്ക് പെട്ടി. ഇത് അമ്മയുടെ ട്രങ്ക് പെട്ടിയായിരുന്നോ? ഇതുണ്ടോ, അമ്മ വെച്ചിട്ട് തന്നെ ഏകദേശം അല്ലേ ഒരു 2009 മരിച്ചത്. 15 വർഷം. 15 വർഷം കഴിഞ്ഞില്ലേ? 15 വർഷം കഴിഞ്ഞു. ഇത് വാതിലൊക്കെ അല്ലേ. ചെള്ള് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അല്ലേ? വണ്ട് ഇതുണ്ടോ, ഇതൊക്കെ മറ്റേ വണ്ട, പുളിവണ്ട്. പണ്ടൊക്കെ ചെമ്പിനകത്ത് ഇല്ലേ, ചെമ്പിനകത്ത് പുഴുങ്ങിയൊരു അരിയൊക്കെ ഓർക്കുന്നുണ്ട്. ഈ ഓടയിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. ഈ ചൂടുകാലത്തല്ലേ ഉണ്ടാവുന്നേ? പുതുമഴ കഴിയുമ്പോ ഈ ഓടുള്ളവർക്കല്ലേ, ഓട് വീടുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഈ പ്രശ്നം ഉണ്ടാവുന്നത്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ വീടിന്റെ ഇപ്പോഴത്തെ അപ്പിയറൻസ്. തേച്ചത് കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നല്ലേ, അല്ല ഇപ്പൊ 7 കൊണ്ട് മൊത്തം മുഴുവൻ താഴെ പോയേനെ. ഇവരെല്ലാം കാട്ടുവെള്ള കയറി, കാട്ടുപയർ കയറി ഇരിക്കുക. എന്തായാലും ഇവിടുന്ന് ഫ്രണ്ടിൽ നോക്കി കഴിഞ്ഞാൽ വീടിനൊരു അപ്പിയറൻസ് ഉണ്ട്. പക്ഷെ പുറകെ നോക്കി കഴിഞ്ഞാൽ മേൽഭാഗം ഒന്നുമില്ല. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോഴേക്കും ഇത് മിക്കറും എല്ലാം താഴെ പോലെ. അടുത്ത മഴ നല്ല മഴയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രാവശ്യം വന്ന് വീട് ചെയ്യാനുള്ള സ്ഥലമൊന്നും കാണില്ല. ഇവിടെ നമുക്ക് വീട് ഉണ്ടായിരുന്നു എന്ന് പറയാം അല്ലേ? ഇവിടെ മുഴുവൻ ഈ പള്ള കയറി, ആ പള്ള മൊത്തം, അതായത് ആ കാട്ടുപയർ മൊത്തം ഇവിടെ കയറി ഈ വീടിനകത്തും മൊത്തം കയറിയിരിക്കുക. ശരിക്കും ഇവിടെ ഒരു ടെൻ്റൊക്കെ അടിച്ചുകൂടി രാത്രിയിൽ നിന്ന് സ്റ്റേ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇവിടെ ഈ പന്നിശല്യമൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ? അപ്പൊ ഇവിടെ കാട്ടുപന്നിശല്യം ഉണ്ട് കേട്ടോ. അപ്പൊ നേരത്തെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും റോഡ് ഇല്ലായിരുന്നേ. അപ്പൊ എന്നിട്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷെ ഇപ്പൊ റോഡൊക്കെ വന്നപ്പോഴേക്കും ആൾക്കാരെല്ലാം ഇവിടെ നിന്ന് ഇറങ്ങി താഴോട്ട് പോയി. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആൾക്കാർക്ക് മേടിച്ച് ഒരു റിസോർട്ടോ അല്ലെങ്കിൽ ഹോം സ്റ്റേ ഒക്കെ ആക്കുവാണെങ്കിൽ നല്ല, കാരണം റോഡ് ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ആ വഴിക്ക് അവിടെ നിന്ന് ആലിഞ്ചോടിന്റെ ഭാഗത്ത് നിന്ന് റോഡ് ഇങ്ങനെ വരുന്നുണ്ട്. സൗകര്യമുണ്ട്, റോഡ് വഴിയായി. ഇത് മൊത്തത്തിൽ ഒരാൾ മേടിച്ചിടുവാണെങ്കിൽ നമുക്കിവിടെ റിസോർട്ടോ ഹോം സ്റ്റേ എന്തൊക്കെ പണിയാണെങ്കിൽ നല്ലതാ. കാരണം വഴിയുണ്ടല്ലോ, വഴിയുണ്ട്, വെള്ളമുണ്ടല്ലേ? വെള്ളമുണ്ട്. അപ്പൊ പിന്നെ നല്ലതായിരിക്കും. അത് കോൺക്രീറ്റ് ചെയ്ത വഴിയായി വരുവാ മൊത്തം. ഇത് ഈ കാണുന്ന വഴിയുണ്ടല്ലോ, അവിടെ കോൺക്രീറ്റ് ആയിട്ട് വരുക. അപ്പൊ അതുകൊണ്ട് വണ്ടിയൊക്കെ തന്നെ വണ്ടികളും അത്യാവശ്യം കയറി വന്നുള്ളൂ ഇവിടെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഇടിച്ച് നിരത്തി കളഞ്ഞ് ചെറിയ ചെറിയ റിസോർട്ടോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഹട്ട് പോലെയൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകവശത്തെ കുറച്ച് കാഴ്ചകളോടെ നമുക്ക് നോക്കാം. പഴയൊരു പെട്ടിയായിരുന്നു ഇതേ ഗ്ലാസ് ഒക്കെ ഇരിക്കുന്നു. കാലിപ്പെട്ടി, പണ്ടത്തെ കാലിപ്പെട്ടി എന്ന് പറയും. അതിൻ്റെ ഒരു തൂണൊക്കെ അടർന്ന് കിടക്കുന്നത്, പഴയ മൺകലം ഉണ്ടോ, പണ്ട് മറ്റേ കറിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന പാത്രം, കറിപ്പാത്രം. ഇതുണ്ട്, ഈ വാതിലെല്ലാം കുശിത്ത് കിടക്കുവാണ്. ഒരു ബൾബ് ഇതുണ്ട്. ഇതാണ് ഇതിൻ്റെ മേൽക്കൂര ഭാഗം, ആകാശം കാണാവുന്ന മേൽക്കൂര. ഇത് അടുക്കള. അപ്പൊ ഇതാണ് ഇപ്പം നമ്മുടെ തറവാടിന്റെ അവസ്ഥ അല്ലേ? അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റോഡായി, എല്ലാ കാര്യങ്ങളൊക്കെ ആയി. പക്ഷെ
ഇപ്പോൾ ആരും താമസിക്കുന്നില്ല. എല്ലാവരും അറക്കുളം അതുപോലെ ഈ അടുത്ത പ്രദേശങ്ങളിലാണ് താമസിക്കാൻ പോയി. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഇതൊക്കെ മേടിക്കുവാണെങ്കിൽ റിസോർട്ടുകാർക്കൊക്കെ നല്ല സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ അതായത് നമ്മുടെ കൂട്ടുകാരുടെ ഒരു വീടുണ്ട് കേട്ടോ, അതുകൂടെ ഒന്ന് പോയി കാണാം. ഇതുണ്ടോ, ഇതാണ് റോഡ് കേട്ടോ. ഇവിടെ എല്ലാം റബ്ബർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റബ്ബർ വെച്ചപ്പോഴേക്കും ഈ സ്ഥലമൊക്കെ നന്നായിട്ട് തെളിഞ്ഞു. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്കിത് തുമ്പിച്ചുമല കാണാം കേട്ടോ. ഇത് ആലിപ്പാറ പ്രദേശങ്ങളാണോ? ഇത് വലിയൊരു പാറയാണല്ലോ, അതാണ് ആലിപ്പാറ. ആലിപ്പാറ. അതേ കാണുന്ന വലിയ പാറയാണ് ആലിപ്പാറ എന്ന് പറഞ്ഞു കേട്ടോ. ഇതാണ് പാറ, നമ്മൾ പണ്ടൊക്കെ വന്നിരുന്ന പാറയായിരുന്നത്. ഇവിടെ കപ്പ നട്ടുകൊണ്ടിരുന്നാണോ? കപ്പ നട്ടിട്ടുണ്ടോ? ഇപ്പൊ നട്ടാലൊന്നും കിട്ടിയില്ലായിരിക്കും. പന്നി കളയുന്നോണ്ടേ കിട്ടിയല്ല. തേക്കും തൈ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ആയിരുന്നു നിങ്ങളുടെ താഴെ കാണുന്ന സ്ഥലത്തായിരുന്നു ഞങ്ങൾ ആദ്യം താമസിച്ചോണ്ടിരുന്നത് കേട്ടോ. പെരത്തറയുണ്ട്, തറവ. അന്ന് ഓലയൊക്കെ ഇട്ട പഴയൊരു വീടായിരുന്നു. എനിക്കൊന്ന് പനയോലയായിരുന്നു സംശയം. പനയോല, ചാക്ക് ഷീറ്റില്ല, ചാക്ക് ഷീറ്റ്. ചാക്ക് ഷീറ്റായിരുന്നു പണ്ടത്തെ. ഇപ്പൊ ആ കൂടി ഉണ്ടോന്നും കൂടെ ഇപ്പൊ അങ്ങോട്ടില്ല. അങ്ങനെ ഈ ടാറ് പോലെ ഒട്ടി പിടിച്ചിരിക്കുന്ന ഷീറ്റല്ലേ, ആൾക്കൂട്ട് ഷീറ്റില്ലായിരുന്നു ഇവിടെ താമസിച്ചോണ്ടിരുന്നത് കേട്ടോ. ഇവിടെ ചെറുപ്പത്തിൽ ഒരു സംഭവം നടന്നിട്ടുണ്ട്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അനിയന് എത്രയോ 6 മാസമോ ഒരു വയസ്സുള്ളപ്പോൾ ഈ വൈറ്റമിൻ ഗുളിക ഇങ്ങനെ ഒരു ടിന്നതാക്കി വെച്ച സാധനം ഇവിടെ കിലുക്കി കാണിക്കാൻ പറഞ്ഞു. കിലുക്കി കാണിച്ചതാ. കുറച്ചു നേരം കിലുക്കിയിട്ടുണ്ട്. ഇത് അടപ്പ് തുറന്നിട്ട് ആ ഗുളിക 3-4 എടുത്തും കഴിച്ചു. പിന്നെ പറയണ്ടല്ലോ, എനിക്കെന്നാ എത്രയോ 2.5 വയസ്സോ അങ്ങനെ എന്തോ പ്രായമുള്ളൂ. ഞാനത് ശരിക്കും പറഞ്ഞാൽ മരിച്ചു കൊണ്ടായിരുന്നു. പിന്നെ എങ്ങനെയോ രക്ഷപ്പെട്ടതാണ്. അപ്പം അങ്ങനെ ഒരു ഓർമ്മയുള്ള സ്ഥലം കേട്ടോ ഇത്. അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ നിഖിലിൻ്റെ വീട്. ശരിക്കും ഇതിന് മേൽക്കൂരയൊന്നും കാര്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ കുറേ ഭിത്തി നമുക്ക് കാണാമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് കയറിപ്പോകാനുള്ള സ്റ്റെപ്പ്. ഇത് ചാമ്പങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് ഇതിന്റെ മുൻവശം കേട്ടോ. ഇത് തന്നെ കൊണ്ടുണ്ടാക്കിയ വീടായിരുന്നു. ഇത് മൺകട്ടയാണോ? നല്ല മൺകട്ടയാണ്. ഇത് മൺകട്ടയാട്ടോ. ഇത് സ്വിച്ച് ബോർഡൊക്കെ അകത്തേക്ക് കയറണോ? മുഴുവൻ പള്ള പിടിച്ച് കിടക്കുവാണ്. എന്നാലും കയറി നോക്കാം. അപ്പൊ ഇത് കയറുന്ന ഒരു മുറിയെ, ഇത് 2ാമത്തെ മുറി. അവിടെ ബാത്റൂം, ഇത് ഫാനിൻ്റെ ഒക്കെ ഇത്. അപ്പൊ നമ്മൾ കുറച്ചുകൂടെ മുമ്പ് പൊട്ടംപടി മലയിൽ പോയിരുന്നു. അപ്പോൾ ഏതാണ്ട് അങ്ങനെ ആ വീടുകളൊന്നും ഇങ്ങനെ നശിച്ചെടുക്കുന്ന രീതിയിൽ കണ്ടിട്ടില്ലായിരുന്നു. ഇവിടെ അല്ലാതെ ഇങ്ങനെ നശിച്ച മട്ടാണ്. തൊട്ട് താഴെ വേറെ വീട് കൊണ്ട് കേട്ടോ. അവിടെ ആൾ താമസമില്ല. ഇതെല്ലാം നമ്മുടെ അറക്കുളം പ്രദേശങ്ങളാണ്. ഈ കാണുന്ന എല്ലാം അറക്കുളത്തെ പ്രദേശങ്ങളാണ്. അറക്കുളം പഴയപള്ളിയൊക്കെ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം. നല്ല വ്യൂ ഉള്ള സ്ഥലമൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ മൂലോടത്തു നിന്ന് കറണ്ട് കൊണ്ടുപോകുന്നൊരു ടവർ ലൈന്. ഇങ്ങനൊരു വഴിയല്ല ഇത്. കുറുക്കുവഴി, തൊണ്ട അല്ലെങ്കിൽ ഇടകഴി എന്നൊക്കെ പറയുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ ഇത് മറ്റൊരു വീട് കേട്ടോ. ഇതിന്റെ മേൽക്കൂര ഏതാണ്ടൊക്കെ പോയി കിടക്കുവാണ്. പിന്നെ ഷീറ്റൊക്കെ ഇട്ടുകൊണ്ടാണ്. അപ്പോൾ ഇത് മറ്റൊരു വീട്. പക്ഷേ ഈ വീടിന് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. കാരണം ഇവർ ഇടയ്ക്കൊന്ന് നോക്കുന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഈ വീടിന്റെ ഫ്രണ്ട് വശം ഇതാണ്. നമ്മൾ കണ്ടതിൽ ഭേദമുള്ള വീട് ഈ വീടാണ്. കാരണം ഇവർ ഇടയ്ക്കൊക്കെ വന്ന് നോക്കുകയും പോകുന്നുള്ളതുകൊണ്ടായിരിക്കാം വീട് അപ്പോൾ അതുപോലെ തന്നെ നിൽക്കുന്നുള്ളത്. പള്ളയില്ലല്ലോ. പള്ളയില്ല.
അതുകൊണ്ടാണ്. ഈ താഴെ കാണുന്ന ഒരു വീട്ടിൽ മാത്രം കേട്ടോ ആൾ താമസമുള്ളൂ, ബാക്കി ഒരു വീട്ടിലും ആൾ താമസമില്ല. ഇത് ഈ കാണുന്നത് തോടാണ്, നമ്മൾ കുറച്ച് മുകളിലെ തോടില്ലല്ലോ, ആ തോടാണ് ഈ വീടോട് ഒഴുകി പോണത്. നല്ല വേനൽക്കാലമായതുകൊണ്ട് ഒരു തുള്ളി വെള്ളമില്ല. അപ്പോൾ മിനി ആൻറ്റി, ഇപ്പോൾ നമ്മളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടില്ലേ? അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ ഒക്കെ ഒരു അവസ്ഥയല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.